കറുത്ത വർഗ്ഗക്കാരൻ എന്ന പേരിൽ റേസിസം അഥവാ വർണ്ണവിവേചനത്തിന്, പരിഹാസത്തിന്, അധിക്ഷേപങ്ങൾക്കൊക്കെ ഇരയായ ഹോളിവുഡ് നടനാണ്, ലെജൻഡാണ് മോർഗൻ ഫ്രീമാൻ. നട്ടലിനെ ബാധിക്കുന്ന അപൂർവമായ രോഗത്തിനിരയാണ് ഗാനിമൽ മുഫ്തഹ്. അദ്ദേഹമാണ് ഖത്തർ വേൾഡ് കപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ. തന്റെ ശരീരത്തിനൊരിക്കലും തന്റെ മനസ്സിനെ തളർത്താനാവില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച ചെറുപ്പക്കാരൻ. സംരംഭകനാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, പ്രഭാഷകനാണ് ഗാനിമൽ മുഫ്തഹ്. ഇരുവരും തമ്മിലുള്ള സംഭാഷണമായിരുന്നു കഴിഞ്ഞ ദിവസം ലോകകപ്പ് ഉദ്ഘാടന വേദിയിൽ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയത്. ഇപ്പോൾ ലോകം കൂടുതൽ വൈവിധ്യമുള്ളതാണെന്നും വിദൂരമാണെന്നും തോന്നുന്നു. ഏതെങ്കിലും ഒന്നു മാത്രമാണ് ലോകത്ത് അംഗീകരിക്കപ്പെടുന്നതെങ്കിൽ പല രാജ്യങ്ങളും ഭാഷകളും സംസ്കാരങ്ങളുമെല്ലാം എങ്ങനെയാണ് ഒരുമിക്കുക? മോർഗൻ ഫ്രീമാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഗാനിമൽ മുഫ്തഹ് മറുപടിയായി പറഞ്ഞത് ഒരു ഖുർആൻ വാചകമായിരുന്നു. നിങ്ങളെ ഞാൻ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്, ഗോത്രങ്ങളും വംശങ്ങളുമാക്കി വിഭജിച്ചു, എന്തെന്നാൽ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി. ലോകത്തെ മുഴുവൻ അറേബ്യൻ മണ്ണിലേക്ക്, ഖത്തറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ആ കുറിയ മനുഷ്യൻ ലോകത്തോടായി പറഞ്ഞു, പരസ്പര ബഹുമാനം കൊണ്ടും സഹിഷ്ണുത കൊണ്ടും ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി ജീവിക്കാമെന്ന്. ഒരൊറ്റ രാത്രി കൊണ്ട് ലോകത്തെ മുഴുവൻ ചിന്തിപ്പിച്ച സംഭാഷണമായിരുന്നു ഇത്. ഇന്ന് ഈ ഒരു രാത്രി എല്ലാ കാതുകളും എല്ലാ കണ്ണുകളും തങ്ങളിലേക്കായിരിക്കുമെന്ന് ഖത്തറിന് അറിയാമായിരുന്നു. 2010 ഫിഫ വേൾഡ് കപ്പ് വേദിയായി ഖത്തറിനെ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഖത്തർ നൽകിയ മറുപടി കൂടിയായിരുന്നു ഈ മനോഹര സംഭാഷണം.